ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അസൈൻമെൻറ്റ് സബ്മിഷന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ഇതിൻ്റെ പുറകിലായിരുന്നു കുറേ നാൾ. എന്ന് വെച്ചാൽ നമ്മൾ എഴുതി തീർക്കണമല്ലോ, കുറേ എഴുതി തീർക്കാനുണ്ടായിരുന്നു. A4 ഷീറ്റിലായതുകൊണ്ട് തന്നെ വൺ സബ്ജക്റ്റ് ഒരു 40 പേജസ് ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം അവിടെ എത്തി കഴിഞ്ഞിട്ട് കേട്ടോ. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഓഡിബിൾ ആണോന്ന് അറിയത്തില്ല കേട്ടോ, കേൾക്കാമോ എന്നറിയില്ല. പിന്നെ വേറെ എന്താ, എനിക്ക് കുറേ ടെൻഷൻസ് ഉണ്ട് അവിടെ എത്തുന്നവരെ. എന്തെന്ന് വെച്ചാലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അവർ റിജക്റ്റ് ചെയ്യും. നമ്മുടെ അസൈൻമെൻറ്റ് പ്രോപ്പർ രീതിയിലായിരിക്കണം. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് MSWയുടെ കുറേ യൂട്യൂബിൻ്റെ ഇത് നോക്കിയിട്ടാണ് ഈ ഒരു അസൈൻമെൻറ്റ് എഴുതിയത്. നമുക്കങ്ങനെ ആരും ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ സ്വന്തം എഴുതി കൂട്ടുന്നേ ഉള്ളൂ. അങ്ങനെ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് നമുക്കൊരു കോർഡിനേറ്റർ ഉണ്ടാവും, പക്ഷെ ആ സർ അങ്ങനെ വലിയതായിട്ട് റെസ്പോൺസ് ഒന്നും ചെയ്യില്ല. ബിക്കോസ് അവർക്കും പഠിപ്പിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ കോളേജിൽ. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര വെയിലാണ് ഗൈസ്. ഞാൻ എന്തൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, എല്ലാം കറക്റ്റാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, ഈ ബാഗിലാണ് ഞാൻ എല്ലാം വെച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇതൊക്കെ എന്തിനാ ക്യാരി ചെയ്തതെന്ന് വെച്ചാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ എനിക്ക് എൻ്റെ ഫൈനൽ ഡിഗ്രീസ് ഒറിജിനൽ ഡിഗ്രി മാർക്ക് കാർഡ് വന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ പോകേണ്ടത്. കുട എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ ഫോണും കുടയും രണ്ടും പിടിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകാം. പിന്നെ ഇതൊരു അകത്തൊരു ലേഔട്ടാണ്. ഇവിടെ ആരും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒത്തിരി വെഹിക്കിൾസ് ഒന്നും ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറി. നമുക്ക് 2-3 വഴിയുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ബസ് സ്റ്റോപ്പ് ഞാൻ ഇതുവരെ റീച്ച് ആയിട്ടില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. ഓട്ടോയിൽ പോകാമായിരുന്നു, പക്ഷെ ഞാൻ ഓട്ടോയിൽ പോയി ഓട്ടോ കയറിയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കണമല്ലോ, അതുകൊണ്ടാണ്. ഉച്ച ആയതുകൊണ്ട് തന്നെ ആൾക്കാരുടെ തിരക്കൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര കാമായിട്ടുണ്ട്. ഇനി മെയിൻ റോഡിലേക്ക് പോകുമ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഇവിടെ തന്നെ സംസാരിക്കുന്നത്. ഓക്കെ, ഇത് ഇയർലി ബേസ്ഡ് പ്രൊജക്റ്റാണ്. അപ്പം ഞാനിന്ന് അത് സബ്മിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇടയ്ക്ക് വെച്ച് കാണാം കേട്ടോ. ഗൈസ് നോക്കിക്കേ എന്തൊരു തിരക്കാന്ന്. ഇത് ക്രൈസ്റ്റ് കോളേജ് ഇവിടെ തന്നെയാണ്, അതുകൊണ്ട് ഭയങ്കര കോളേജിൽ സ്റ്റുഡൻസ് ഉണ്ടാവും. അങ്ങനെ ഭയങ്കര തിരക്കാണെങ്കിൽ മെയിൻ റോഡിലേക്ക് വന്നാൽ ഇതാണ് കുഴപ്പം. എനിക്ക് വണ്ടികളുടെ ഇറിറ്റേഷനും സൗണ്ടൊക്കെ ഒന്നും പറ്റില്ല. ഫ്ലവേഴ്സ് ഉണ്ട് ഗൈസ്. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ്. ബസ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇവിടുന്ന് ശാന്തിനഗർ പോയിട്ട് ശാന്തിനഗറിൽ നിന്ന് പിന്നെ ശിവാജി നഗർ പോകണം. ശിവാജി നഗറിൽ നിന്ന് പിന്നെ ബാംഗ്ലൂർ ബസ് കയറണം. അപ്പോൾ 3 ബസ് കയറി ഇറങ്ങണം. ഇപ്പം ഞാൻ മെജസ്റ്റിക് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതുവരെ വന്നിട്ടില്ല. എന്തൊരു തിരക്കാണ്. ഈ ബസ് തിരക്കാണ്. ഞാൻ അടുത്ത ബസ്സിന് പോകട്ടോ. ഇതും പോവും, അടുത്ത ബസ്സിന് പോവാം. എത്ര പേരെ നോക്കും, ഒരു ബസ്സിൽ നിൽക്കാൻ പോലും സ്ഥലമില്ല. ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് പോകണം. ഞാനിപ്പോൾ ശാന്തിനഗർ ബസ് കയറി കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഞാനിവിടെ നിൽക്കുക. അങ്ങനെ നമ്മൾ ആധാർ കാർഡ് കൊടുത്തിട്ട് ഫ്രീ ടിക്കറ്റാണ്. ഫ്രീ ടിക്കറ്റ് കാണിക്കുന്നത്. ഇതിനകത്ത് പൈസയൊന്നും എഴുതിയിട്ടില്ല, 0 ആണ്. കാണാൻ പറ്റുന്നുണ്ട്, ബ്ലറാണ്. ഞാൻ
ഞാനിവിടെ ശാന്തിനഗർ ബസ് സ്റ്റോപ്പിലാണ്. ബസ് വന്നിട്ടില്ല. ശിവാജിനഗർ ബസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ശാന്തിനഗർ ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം, ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ. വലിയ ബസ് സ്റ്റോപ്പാണ്. അങ്ങോട്ട് ഏറ്റവും ലാസ്റ്റ് കേരളം പോകുന്ന പാലക്കാട് അങ്ങോട്ടൊക്കെ പോകുന്ന ബസ്സസ് കിട്ടും കേട്ടോ. ഡയറക്റ്റായിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ പാലക്കാടൊക്കെ പോവാം. പിന്നെ ചെന്നൈ, തമിഴ്നാട് അങ്ങോട്ട് പോകുന്ന ബസ്സസ് ഉണ്ട് കേട്ടോ, ലോങ് റൂട്ടിലേക്ക്. ഈ ഒരു ഇവിടെയാണ് നമുക്ക് BMTC ബസ്സസ് വരുന്നത്. എപ്പോഴും ഇവിടെ ബസ്സസ് അവൈലബിൾ ആണ്. ഉച്ചയായതുകൊണ്ട് ചിലപ്പം സമയം എടുക്കുന്നതായിരിക്കും. എൻ്റെ ബസ് വന്നിട്ടില്ല. ഇത് വേറൊരു ബസ് വരുന്നുണ്ട്. ഇതൊരു ഇലക്ട്രിക്കൽ ബസ് കണ്ടോ. ഞാൻ കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി കേട്ടോ. എനിക്ക് 4:30ക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ എനിക്ക് സമയമുണ്ട്. അതിനേക്കാളും മുമ്പ് എത്തണം. എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടെ മേടിക്കണമല്ലോ. അപ്പോൾ അതിന് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താണെങ്കിലും സ്ലോലി പോവാം. ഉച്ച സമയം അതാണ് ഒരുമാതിരി നല്ല ടയേർഡും ആവും നമുക്ക് ഈ വെയിലത്തൊക്കെ നടക്കുമ്പോൾ. ഗൈസ്, ശിവാജിനഗർ ബസ് വരുന്നു. ഈ ബസ്സിലാണ് ഞാൻ പോകേണ്ടത് കേട്ടോ. കുറേ പേരുണ്ട് അങ്ങോട്ട്. ഞാൻ ഇന്നായിരിക്കും പോകുന്നത്. സീറ്റ് കിട്ടി കേട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങിയേ കോളേജിലേക്ക് നടക്കുക. കുഴപ്പമില്ലായിരുന്നു യാത്ര. അവിടെ ശിവാജിനഗറിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ബസ്സിന് വേണ്ടിയിട്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് ഇരിക്കാനും സീറ്റ് കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹോസ്റ്റൽ കാണിച്ചു തരാം. ഞാൻ ഡിഗ്രി അത്ര കാണാൻ പറ്റില്ല, അകത്തേക്കാണ്, ഉള്ളിലാണത്. അതിൻ്റെ വേ കാണിച്ചു തരാം. ഹോസ്റ്റൽ ഡേയ്സ് ഒക്കെ മിസ് ചെയ്യുന്നു. ഇവിടെ വഴികളെല്ലാം ലൈക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു കേട്ടോ. ഇവിടുത്തെ കുറേ ബിൽഡിങ് ഇവിടെ പണിതു, കുറേ കടകൾ വന്നു. ഞാനിപ്പോൾ കോളേജിൻ്റെ എൻട്രൻസിലാണ് ഉള്ളത്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ അവിടെ വാച്ച്മെൻസ് ഉണ്ടാവും. അവരുടെ അടുത്ത് വിസിറ്ററിൻ്റെ ID കാർഡ് മേടിച്ചുകൊണ്ട് പോകണം. പിന്നെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം അകത്തേക്ക് പോകാൻ. അവരെന്നോട് ചോദിച്ചു ഏത് പർപ്പസിനാണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹോൾഡ് സ്റ്റുഡൻ്റാണ്. പിന്നെ ഇഗ്നോയുടെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ മതി, അവർ അകത്തേക്ക് കയറ്റി വിടും കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടുന്ന് ഈ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഞാനിപ്പോൾ അകത്തേക്ക് കയറിപ്പോവും. പിന്നെ ഇവിടുത്തെ വിസിറ്റേഴ്സിനുള്ള ഒരു ID കാർഡാണ് കേട്ടോ. ഇത് ഇട്ടുകൊണ്ട് അകത്തേക്ക് പോകണം. അങ്ങോട്ട് പോയാൽ കഫറ്റേറിയ ആണ്, ഇത് കോളേജ്. ഇങ്ങോട്ട് പോയാൽ സിറ്റിങ്ങിനുള്ള പ്ലേസസ് ഒക്കെ ഉണ്ടാവും. ഞാൻ ആദ്യം പോയിട്ട് ഫ്രഷ് ആവട്ടെ, പിന്നെ ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. അകത്ത് പോകുമ്പോൾ വീഡിയോ അലൗഡ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്നൊക്കെ ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നപ്പോൾ ഇവിടെ ഒരാൾ കാണുമായിരുന്നു, ഇങ്ങനെ ഫോൺ ആരെങ്കിലും അകത്ത് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അന്നേരം പിടിക്കുമായിരുന്നു. പിന്നെ ID കാർഡ് ഇല്ലെങ്കിൽ അതിനും പിടിക്കുമായിരുന്നു.
അപ്പോൾ ഹോൾഡ് സ്റ്റുഡൻ്റ് അല്ലേ, വിസിറ്റേഴ്സിന് ചിലപ്പോൾ അലൗഡ് ആയിരിക്കും. അങ്ങനെ ഞാൻ എടുത്തതാണ്, കുറച്ച് വീഡിയോസ് മാത്രം. സബ്മിറ്റ് ചെയ്യേണ്ടത് 4:30-ക്കാണ്. ഇപ്പോൾ 3:39 ആയതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഇരുന്നതേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോകണം. പോയിട്ട് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തിട്ട് പിന്നെ സാറിൻ്റെ അടുത്ത് പോകണോ. അതിനേക്കാൾ മുമ്പേ എനിക്ക് ജസ്റ്റ് ഒന്ന് ജ്യൂസ് ഒന്ന് കുടിക്കണം എന്നുണ്ട്. കെപ്പിറ്റേറിയ പോയിട്ട് ചിലപ്പോൾ സാറിൻ്റെ അടുത്ത് അങ്ങോട്ട് പോയി. ഗൈസ്, ഞാനൊരു സ്ഥലം കാണിക്കുക. അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ അതെ, ഇവിടെയൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പേരുവെളിനൊക്കെ പോയാൽ കെപ്പിറ്റേറിയ ആണ്. സോ ഇങ്ങനെ പോയാൽ നമുക്ക് വേറൊരു ബ്ലോക്കിലേക്ക് കണക്റ്റ് ആവാം. അതായത് എൻ്റെ അനിയത്തി പഠിച്ചത് ലോ കോളേജ് ഉണ്ട് അങ്ങോട്ട്, അവിടെയാണ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഞാൻ അവിടെ പോയിട്ടൊന്ന് ചോദിക്കണം. ഇവിടെ NCC സ്റ്റോർ റൂം ഉണ്ട്, കണ്ടോ. അന്നൊന്നും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല, ഇങ്ങനെ ആക്കില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ സ്ഥലം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടല്ലേ ആണ് പോകേണ്ടത്. ഇത് PG ബ്ലോക്കാണ്. ഇത് പുതിയതായിട്ട് ബിൽഡ് ചെയ്തതാണ് ഈ ഒരു ബ്ലോക്ക്. ഇവിടെയാണ്. ഇങ്ങോട്ട് നേരെ പോകണം ഞാൻ. ഇവിടെ കുറേ ചെടികളൊക്കെ നെട്ടി വെച്ചിട്ടുണ്ട്. പുറത്ത് വന്നാൽ നമുക്ക് വീഡിയോസ് അലൗഡ് ഉണ്ട്. അകത്ത് കയറിയാലാണ് വീഡിയോസ് എടുക്കാൻ ചിലപ്പോൾ അവർ സമ്മതിക്കില്ല. അങ്ങോട്ടാണ് എക്സിറ്റ്. സോ ഇപ്പം എല്ലാവരും വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. ഭയങ്കര തിരക്കാണ് ഗൈസ്. നല്ല സമയത്താണ് വന്നത്. അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അവിടെ ഗ്രൗണ്ട്. പിന്നെ കാണിച്ചു തരാം, സമയമുണ്ടെങ്കിൽ അങ്ങോട്ട് ഒന്ന് ഇറങ്ങണം. ഇത് ലോ കോളേജാണ്. കുറച്ചും കൂടെ നടക്കാനുണ്ട് ഗൈസ്. ഇതിപ്പോൾ ഒന്നോ അങ്ങനെ ഇവിടെ എത്തി. അകത്ത് കയറിയിട്ട് ചിലപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അകത്ത് കയറാൻ പോകും. ഇതാണ് റിസപ്ഷൻ കേട്ടോ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഞാൻ ഇത്ര എഴുതിയതാണ്. എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. പക്ഷെ അവർ പറയുന്നത് 10 minutes എടുക്കും തരാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് അസൈൻമെൻറ്റ് സബ്മിഷന് വേണ്ടി പോവാം. അവിടെ 4:30 അവിടെ വേണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ വെച്ചു. ഞാൻ അവരോട് കുറച്ച് സമയം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞ് 4:30 അവിടെ ഉണ്ടാവണമെന്ന്. പക്ഷേ ലേറ്റായി. ഈ ബിൽഡിങ്ങിൽ നിന്ന് അങ്ങോട്ട്, ആ ബിൽഡിങ്ങിൽ നിന്ന് ഇങ്ങോട്ട്. ഇവിടെ ഷട്ടിൽ കോക്കൊക്കെ കളിക്കുന്നു. ഗൈസ്, ഞാനിവിടെ നിൽക്കുവാണ്. ഇതുവരെ വന്നിട്ടില്ല ആള്. എൻ്റെ കൂടെ വേറൊരു ചെറുക്കൻ കൂടെ ഉണ്ട്. അവന് BSW ആണ് പഠിച്ചത്. അവൻ്റെ ഫൈനൽ ഇയർ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഞാനിപ്പോൾ MSWയുടെ ഇതായിട്ട് വന്ന്, അവന് BSW ഇതായിട്ട് വന്നത്. ഗൈസ്,
വലിയ അബദ്ധം പറ്റി ഗൈസ്. എന്തെന്നറിയോ, ഞാനിവിടെ വന്നപ്പോൾ 4:30 അവിടെ ഉണ്ടാവണമായിരുന്നു. ഞാനൊരു 5 മിനിറ്റ്സ് അത്ര ലേറ്റ് ആയുള്ളൂ. എന്ത് ചെയ്തു, വീട്ടിൽ പോയി. ഇപ്പോൾ ഞാനാണെങ്കിൽ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകണം. നാളെ വരണം. നാളെ വന്നിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാം. ബാക്കി എൻ്റെ അസൈൻമെൻറ്റ് നാളെ ആയിരിക്കും സബ്മിറ്റ് ആവുന്നത്. ഇന്ന് പറ്റില്ല. ഇന്ന് ആൾ വീട്ടിലേക്ക് പോയി. എന്തൊരു ഇതാണ് നോക്കണം. അത്രയും ദൂരെ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു മരം വീണിട്ടുണ്ട്. ഇവിടെ ഭയങ്കര പണിയാണ്. ഇവിടെ എന്തൊക്കെ വീഴുന്നുണ്ട്. ഫ്ലവേഴ്സ് ഉണ്ടോ, നല്ല രസമില്ല. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണം. ഞാൻ അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്തു കേട്ടോ. ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം. ഇവിടെ തന്നെ കാഫറ്റേരിയയിൽ വേറൊരു സാറിനെ കൂടെ മീറ്റ് ആവാനുണ്ട്. ആൾ എനിക്ക് ഫീൽഡ് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തത് വേറൊരു സാറിനാണ്. അപ്പോൾ എൻ്റെ ഫീൽഡ് വർക്ക് വേറൊരു സാറാണ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആൾ ഏതൊരു ഇതിലാന്ന് പറഞ്ഞു, ഏതൊരു പ്രോഗ്രാമിലാണ് ആൾ. അപ്പോൾ ആൾ വരുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാമെന്ന് വെച്ചു. ഇന്നിവിടെ ഫെയർവെല്ലൊക്കെ നടക്കുന്നുണ്ട്. കുറേ പേര് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. ഗാർഡനൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിരുന്നു. ഗൈസ്, ഞാൻ ദോശ മേടിച്ചു. അതിൻ്റെ കൂടെ എന്തോ കറി തന്നിട്ടുണ്ട്. ഇതൊരു എൻട്രൻസ് ആണ് കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിരിക്കാം. നൈസല്ലേ. ഇത് വേറൊരു ബ്ലോക്കാണ്. ഇങ്ങോട്ട് വന്നിരിക്കുക. പോയിട്ട് 30th ക്യാബിനാണ് മീറ്റ് ആവേണ്ടത്. അവിടെയാണ് സാർ ഉണ്ടാവുന്നത്. സാർ 10:30 അവൈലബിൾ. സോ ഞാനിവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യണം. ഫീൽഡ് വർക്കിൻ്റെ അതിൻ്റെ പുറകെ നടക്കണം. വേറൊരു സാറിനോട് ഞാൻ ഫീൽഡ് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ കുറച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തന്നു. നമ്മൾ റെഗുലറായിട്ട് പഠിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും ടെൻഷൻ അടിക്കാൻ ആവശ്യമില്ല. അവർ തന്നെ എല്ലാം ഗൈഡ് ചെയ്തോളും. ഇപ്പോൾ ഇത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഇവിടെ വരെ ഓടി വരേണ്ടി വരും. പിന്നെ വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ ഇവർക്ക് മെസ്സേജ് അയച്ചാലും കോൾ ചെയ്താലും ഇവരെടുക്കില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് സമയം വേണം. ഇവർ ഇവിടെ ക്ലാസ്സസ് എടുക്കുന്ന കൊണ്ട് ഇവരുടെ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നത് ഇവരും. അപ്പോൾ ഞാനിപ്പോൾ ഫീൽഡ് വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സാറിൻ്റെ അടുത്ത് പോയില്ല. ആൾ എന്നോട് പറഞ്ഞു, ഈ സമയത്തല്ല നിങ്ങൾ വരേണ്ടത്, 3:30 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കോളോ മെസ്സേജോ ചെയ്താൽ നമ്മൾ വരണോ, ഏത് സമയത്ത് വരണം, അപ്പോയിൻറ്റ്മെൻറ്റ് വരെ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സാർ ഏത് ദിവസമാണ് നിങ്ങൾ അവൈലബിൾ, ഡയറക്റ്റ്ലി ഒന്ന് വന്ന് കണ്ടാൽ ഇവർ ദേഷ്യപ്പെടും, പെട്ടെന്നൊരു റിയാക്റ്റ് ആവും. അതാണ് സംഭവിക്കുന്നത്. കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ വന്നിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 4:30 ആളെ കാണണമെന്ന് പറഞ്ഞു, അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ ആളെ. പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഇയാളുടെ അടുത്ത് വന്നു. അന്നേരം തന്നെ എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോയി. 4:30 കറക്റ്റ് വീട്ടിലേക്ക് പോയി. ഞാൻ സാറിനെ വിളിച്ചു. അപ്പോൾ സാർ പറഞ്ഞു, ഞാൻ ക്യാബിനിലില്ല, ഞാൻ വീട്ടിൽ പോവാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ നിങ്ങളല്ലേ ഈ സമയത്ത്, ഞാൻ ഏത് സമയത്താണ് വരാൻ പറഞ്ഞത്, ഈ സമയത്താണോ വരുന്നത്? ഞാൻ പറഞ്ഞു, ഒരു 5-10 മിനിറ്റിൻ്റെ താമസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ ആവശ്യമല്ലേ, നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. 8:20 ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഇവിടെ വന്ന്
9:30 ആയി. 9:30 ആയപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ കഴിച്ചില്ല. എനിക്ക് രാവിലെ അങ്ങനെ കഴിക്കുമ്പോൾ വയറിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അല്ല, അതിനേക്കാൾ മുമ്പെയാണ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട്, ടെൻഷൻ വേണ്ടല്ലോ, അതിനേക്കാൾ മുമ്പേ ആളുടെ അടുത്ത് പോയിട്ട് സബ്മിറ്റ് ചെയ്ത് പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ പോയിട്ട് വേറൊരു സാറിനെ ഞാൻ മീറ്റായി. അതായത് എൻ്റെ ഫീൽഡ് വർക്കിൻ്റെ അവിടെ പോയി. എന്നിട്ട് ആൾ പിന്നെ പറഞ്ഞു കുറേ, ഞാൻ ഇഗ്നോയിൽ നമുക്ക് സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി സെലക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ്. അപ്പം ഞാൻ സോഫ്റ്റ് കോപ്പിയാണ് സെലക്ട് ആക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹാർഡ് കോപ്പി പോയിട്ട് റീജിയണൽ സെൻറ്ററിൽ കളക്ട് ആക്കാനും പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ഞാൻ സോഫ്റ്റ് കോപ്പിയാണ് സെലക്ട്. അപ്പോൾ നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ആക്കിയിട്ട് അത് ഇവർക്ക് വന്ന് കൊടുക്കണം. അപ്പോൾ ഇവർ ഗൈഡ് ചെയ്യും എങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെ എന്താണെന്ന്. കുറേ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. നല്ലൊരു ഇതാണിത്, റിസ്ക്കാണ്. നമ്മൾ റെഗുലറായിട്ട് പഠിക്കുമ്പോൾ തന്നെ നല്ല ടെൻഷനായിരിക്കും. ഫീൽഡ് വർക്കൊക്കെ നമുക്ക് വരുമ്പോൾ തന്നെ അവിടെ ഇവിടെ പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നന്നായി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിങ്ങനെ ഡല്ലായിട്ട് സംസാരിക്കുന്നത് ഞാൻ ആകെ മടുത്തു ഗൈസ്. ഇന്നലെ ട്രാവലിംഗ് ചെയ്തു, ഇന്നും ട്രാവലിംഗ് ചെയ്തു, ഞാൻ ആകെ മടുത്തു. അതാണ് ഇവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവും, പിന്നെ ഫീൽഡ് വർക്കിൻ്റെ പുറകെ, അങ്ങനെയൊക്കെ ആണ് ഗൈസ്. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും വിചാരിക്കും എനിക്ക് എന്താ പറ്റിയ, ഫോൺ നോക്കി ഇങ്ങനെ കുറേ നേരം ആയാലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം കേട്ടോ.